139. 139 സങ്കീർത്തനം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. Let us all rise upon your feet and read Psalms 139. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. ഭാരമില്ല, തെല്ലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. ഭാരമില്ല, തെല്ലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിടുന്നു ദൈവമെന്നെ, നടത്തിയിടുന്നു നാൾ തോറും തൻ കൃപയാൽ എന്നെ. നാൾ തോറും വൻ 139 സങ്കീർത്തനം, അതിൻ്റെ 23, 24 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാം. At the end, verses 23 and 24, we will read it together. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവിൻ. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? അടുത്ത 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഇന്ന് പകൽ സ്വർഗത്തേക്ക് ഉയർത്തി നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇന്ന് പകൽ ഒരു പ്രാർത്ഥന പോലെ കർത്താവിനോടൊന്ന് പറഞ്ഞേ. ആമേൻ. ലീഡ് മീ in an everlasting way. God, lead me in an everlasting way. ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് ഇന്ന് പകലിൽ വാസ്തവമായി പ്രാർത്ഥിക്കുന്നവരെ കരങ്ങളെ സ്വർഗത്തേക്ക് ഉയർത്തി ആമേൻ കർത്താവിന് സ്തോത്രം ചെയ്ത് ആമേൻ 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ശാശ്വതമായ മാർഗത്തിൽ അങ്ങ് ഞങ്ങളെ നടത്തണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് അവനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I extend my greetings to everyone, those who are here in person. God bless you and thank you. And I thank the Lord for seeing your smiling faces this morning. People, those who are watching us through live, and thank you for watching us and joining with us, and we welcome you to the Sharon Fellowship Church of Houston. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ഇന്ന് പകലിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മുടെ പല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ചയിൽ യാത്രയിലായിരുന്നവരെല്ലാവരും ക്ഷേമത്തോടെ, ആമേൻ, സ്തോത്രം, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുവാൻ കർത്താവ് ഇടയാക്കി തീർത്തുവല്ലോ. സ്തോത്രം. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ലാസ്റ്റ് വീക്ക് we prayed for Abby, and we pray for baby Elijah, and thank the Lord for God's intervention, God's healing, and God's deliverance in their life. And continue to pray for them. അവരെ ഓർത്ത് നമുക്ക് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. It's very good to see our dear ones. May the God bless us together. സമയം മുമ്പോട്ട് അധികം പോയി എന്നുള്ളത് കൊണ്ട് സ്തോത്രം, അധികം സമയം ഞാൻ സങ്കീർത്തനത്തിൽ നിൽക്കുന്നില്ല. Psalms 139, it's very it's very a personal Psalms that we use many of these verses in our prayer, and we pleading to God, and we quote these verses. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ കർത്താവിനോട് നമ്മൾ പറയുന്നൊരു വാക്കാണ്, നീ എന്നെ നന്നായിട്ട് അറിയുന്നുണ്ടല്ലോ. സ്തോത്രം. Praise the Lord. God, you know me. That's the one word. If we are tired and if we do not have a strength for a long prayer, before we go to bed, we just say, God, you know me, right? Praise the Lord. I have done it in my younger age. Before I go to bed, if I do not have the strength to pray or take that much time to pray, I just sit on the bed and say, God, you know me, and just go back to go to bed, right? Praise the Lord. The verse here, it says three things that we can see from this, 24 verses. Number one, our God, and psalmist, he is saying, the psalmist is David, and he is the one who sings this song, and he said, God, you are an omniscient God. Praise the Lord. Sarvajnaniyaya Devam, the God who knows everything. Let me tell you, my dear ones, you can hide things from your parents and your family, your siblings and your church pastors. But let me tell you, you cannot hide nothing from the Lord. This morning we studied about, the Lord who come in the midst of the church, the God who speaks to the church, the 7 letters to the 7 churches. From the book of Revelation chapter 2 and 3, we can see that the one thing where God, the Lord, is telling to the church that I know. Praise the Lord. To the church of Ephesus, the Lord is telling, I know your action, I know your labor, I know your perseverance. People, those who are going through suffering, and they are sitting in this church this morning and say, Pastor, you have no idea, how much pain that I've been through last week. What kind of situation that I've been through last week or last month. But let me tell you, thus far, the Lord has brought you, and you come to this church to testify only one thing. It is not because of my strength that I face all these challenges, but the Lord was with me. Hallelujah. And the Lord, gave me the strength to pursue, to have the perseverance to go through these challenges. ഈ കഷ്ടതയിലൂടെ നടന്നു പോയപ്പോഴും സഹിഷ്ണുതയോടെ സഹിപ്പാൻ എനിക്ക് കർത്താവ് ബലം തന്നത് കൊണ്ടാണ് ഇന്ന് പകലിൽ ഞാൻ ആലയത്തിൽ നിൽക്കുന്നതെന്ന് സാക്ഷ്യമുള്ളവരെ കരങ്ങൾ
കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. നാം കടന്നുപോയ ആഴിയുടെ ആഴം നോക്കിയാൽ ആമേൻ ഹല്ലേലൂയ എന്നേ തകർന്നു പോയേനെ. ആമേൻ നമ്മൾ കടന്നുപോയ തീച്ചൂളയുടെ ആ ഖനമൊന്ന് നോക്കിയാൽ 7 മടങ്ങ് വർദ്ധിച്ചതായിരുന്നു. ആമേൻ ഒരിക്കലും പുറത്തു വരത്തില്ല എന്ന് സാഹചര്യങ്ങളും സാധ്യതകളും പറഞ്ഞതാ. എന്നാൽ ഇന്ന് പകലിലും പറയാമോ, എന്റെ ദൈവം എനിക്ക് സഹിപ്പാൻ ശക്തി തന്നതുകൊണ്ട്, എന്റെ ദൈവം എന്നെ കൈവിടാത്തത് കൊണ്ട്, എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് പകലിലും ആലയത്തിൽ വന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. So number 1, God is an omniscient God. Number 2, and he says, the psalmist is saying, my God is an omnipresent God. He is everywhere. He is everywhere. No matter if you are in the college, no matter if you are at the work, no matter if you are alone at home, no matter if you are driving, no matter wherever you are, let me tell you, my God is everywhere. Amen. I mean, you cannot run away from him. Amen. I mean, the Lord is always watching. The Lord is always looking at you. ദൈവം എല്ലായ്പ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നീ എവിടെ പോയി മറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിനക്ക് അവനെ മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. അവൻ സർവ്വവ്യാപിയായ ദൈവമാണ്. Number 3, the psalmist is saying, my God is an omnipotent God. I mean, the psalmist is telling, and you can see these verses, hallelujah. I mean, in verses 15, 14, 15, 13 onwards, 13, 14, 15, 16. I mean, these verses, the psalmist is telling, my God's hand hath made me. Hallelujah. I mean, even before I was born, even before, before he laid the foundation of the world, my God, he knows my name and he knows me. How wonderful it is, right? Hallelujah. Amen. Hallelujah. എൻ്റെ കുഞ്ഞിനെ പറ്റി നാളത്തേക്ക് വേണ്ടിയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ, ഞാൻ ജനിക്കുന്നതിന് മുൻപേ എൻ്റെ അപ്പൻ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് എത്ര ഭയങ്കരമായതാ അല്ലേ? കർത്താവിന് ഇന്ന് പകലൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തലമുറ ആമേൻ 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 എപ്പോ വിവാഹം കഴിക്കണമെന്നോ, ആരോടുകൂടെ ചേരണമെന്നോ, എൻ്റെ തലമുറ ആമേൻ ഭാവി എങ്ങനെയായിരിക്കണമെന്നോ ഞാൻ ചിന്തിക്കുന്നതിന് മുൻപേ സ്വർഗത്തിലെ എൻ്റെ അപ്പൻ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകലിൽ ധൈര്യമുള്ളവരെ കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനെയാണ്, ആ കർത്താവിനോട് അവസാനത്തെ വാക്യത്തിൽ ആമേൻ ദാവീദ് പ്രാർത്ഥിക്കുക. At the end verse, the psalmist is praying, God lead me in an everlasting way. ശാശ്വതമായ മാർഗത്തിൽ എന്നെ എന്ത് ചെയ്യണം? എന്നെ നടത്തണമേ. ഈ ആലയത്തിന്റെ നടുവിൽ ഈ മാസത്തിന്റെ ഈ പകുതി ആമേൻ ആഴ്ചകൾ നമ്മളെ വിട്ടുപോകുമ്പോൾ ആമേൻ ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. ആമേൻ 2025 നമ്മളെ വിട്ട് കടന്നു പോകുകയാ. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ എന്ത് ചെയ്യണം? എന്നെ നടത്തണമേ. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുള്ളവർ കരങ്ങളെ ഒന്ന് ഉയർത്തി കണ്ണുകളെ ഒന്ന് അടച്ചൊന്ന് പറഞ്ഞേ, കണ്ണുകളെല്ലാം ഒന്ന് അടച്ച് സ്വർഗത്തേക്ക് നോക്കി ഒന്ന് പറഞ്ഞേ, ആ സങ്കീർത്തനം ഹൃദയത്തിൽ ഏറ്റെടുത്തൊന്ന് പറഞ്ഞേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ അപ്പാ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകൽ നമ്മെ സഹായിക്കട്ടെ. May I call the worship team, the English worship team to come forward to lead us